പ്രിയപ്പെട്ട എത്രയും പെട്ടെന്ന് ഈ വേദിക്കരയിൽ എത്താമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം CMSലെ NCC കേഡറ്റുകളെയും ഈ വേദിക പരിസരത്തേക്ക് ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കുക, വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും അതോടൊപ്പം CMSലെ NCC സ്റ്റുഡൻസിനെയും ഈ വേദിക്കരികത്തേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട വളണ്ടിയർ CMSന് സമ്മാനിക്കുന്ന മനോഹരമായ പതിപ്പുരയുടെ ഉദ്ഘാടനം നമുക്കേറെ തോന്നുകയായിട്ടുള്ള നമ്മുടെ അമ്മ നമ്മുടെ സ്വന്തം നേതൃത്വ അനുഭവിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ ആ മനോഹരമായ കവാടത്തിലൂടെ നടന്നു ദൈവം സമർപ്പിച്ച ആ കവാടത്തിലൂടെ നടന്നു നമ്മുടെ ഹൃദയമാകുന്ന CMSന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെയും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ കവാടത്തിലൂടെ സാർത്ഥകത്തിന്റെ മനോഹരമായ വേദിയിലേക്കും സദസ്സിലേക്കും ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, CMSലെ ഏറ്റവും മികച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിലൊന്ന് 2025 പ്രിയപ്പെട്ടവരുടെ അധ്യാപിക ആ പ്രിയന്റെ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒരു മനസ്സോടെ ദുരിതം നമുക്ക് വേണ്ടി മറ്റൊരു സന്തോഷത്തോടും കൂടി CMS സാക്ഷിയാവുകയാണ്. ഇഷ്ടമാണ് നമുക്ക് CMSനോട്. ഗണിതവും സാക്ഷരവും ഒക്കെ ജനിക്കുന്നത് ഒഴുകിയെത്തുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വഴിയൊരുക്കണമെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വിദ്യാലയത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന CMSന് സമർപ്പിക്കുന്ന നമുക്കേറെ ഇഷ്ടമുള്ള നമ്മുടെ CMSന് സമർപ്പിക്കുന്ന ഐ ലവ് CMS എന്ന മനോഹരമായ സെൽഫി പോയിന്റ് നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ വാലി ടീച്ചറും നമ്മുടെ
നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ടാതിഥികളും കുട്ടികളെ എത്രയും പെട്ടെന്ന് ഈ സദസ്സിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ഈ സദസ്സിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ടാതിഥികളും ഈ സന്തോഷത്തിൻ്റെ ഇടയിലും നമുക്ക് ഇന്നലെ 2 ദുഃഖങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിദ്യാലയത്തിൽ പഠിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കുറേ ആളുകളുടെ ബാഹുല്യം കമ്മിയാവാനുള്ള കാരണം. അതിനു പുറമെ നമ്മുടെ ഈ വിദ്യാലയം ഹൈസ്കൂളാക്കിയ നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഗോവിന്ദൻ മാഷ്, കൊച്ചപ്പൻ മാഷ്, രവീന്ദ്രൻ മാഷ്, അങ്ങനെ ഒട്ടനവധി അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ കളിക്കൂട്ടുകാരുണ്ട്, കാശ്മീരിൽ വെടിയേറ്റ് മരിച്ച നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ തൊട്ട സ്ഥലമായ ചൂരൽമല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട മരണപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ 1 മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തും അയൽവാസിയുമായ അരപ്പനിയുടെ പ്രിയപുത്രൻ മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ, വിമല ടീച്ചർ, പഞ്ചായത്തിലെ മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റ്, ഈ നാടിൻ്റെ സ്വത്താണ് CMS, ഞങ്ങളുടെ വികാരമാണ് CMS. ആ CMSനെ 75ാം വാർഷികം ചെറുതായി കാണേണ്ടത് ആഗ്രഹമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന കർത്താവിൻ്റെ വാക്യം കടമെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ നൽകി മുന്നിൽ നിന്നവനാണ് ശ്രീ ഋത്തിക്. അതുപോലെ തന്നെ യാഹ്യാക്കാൻ എല്ലാവരും പറഞ്ഞു ഭയപ്പെടേണ്ടെന്ന്. ഞാനും ഭയപ്പെട്ടിട്ടില്ല. മല കുലുങ്ങിയതിനെ നമുക്കൊരിക്കലും കാണാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് CMSനോട് ഇത്ര വലിയ വികാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്നത്തെ CMS അല്ല, CMS നമ്മളെ വളർത്തിയതാണ്, നമുക്ക് അന്നമൂട്ടിയതാണ്. പട്ടിണിയും പരിവട്ടവുമായിട്ടുള്ളൊരു കാലം CMSന്റെ മക്കൾക്കുണ്ടായിരുന്നു. തോട്ടം മേഖലയിൽ ഒരു നേരത്ത് മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന കാലത്തേക്കില്ല. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കണക്കുകയാണ്. എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഘടന. ഞാൻ സഹപാഠി, എൻ്റെ കൂട്ടുകാരൻ AK റഫീഖ്, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അവരുകളെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വാർഡിൻ്റെ വികസനത്തിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡയാന മച്ചോട, വെൽഫെയർ ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത്, അവരുകളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK സാലിം എൻ്റെ സുഹൃത്താണ്, ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത്, അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ കേശവേട്ടൻ, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. ശ്രീമതി യശോദ ഗോപാലകൃഷ്ണൻ, 5ാം വാർഡ് മെമ്പർ, അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. ശ്രീമതി അജിത, 6ാം വാർഡ് മെമ്പർ, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറായ മുൻ PTA പ്രസിഡന്റ് ശ്രീ ശിവദാസൻ,
അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീ ശ്രീദേവിക കെ ശ്രീദേവിക PTA പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപ്പുള്ളിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആയപ്പോൾ PTA പ്രസിഡന്റായി സാന്നിധ്യം വഹിച്ച ശ്രീ ജോയിയേട്ടൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി. പുതിയകാലത്ത് യുവങ്ങളിൽ മലയാളത്തിന്റെ വാക്കുകൊണ്ട് സമ്മാനമായി പുതുതലമുറയ്ക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത നമ്മുടെ ടീച്ചർ ഇവിടെ ടീച്ചർ പറഞ്ഞായിരുന്നു. പക്ഷേ ടീച്ചറെ ഞാൻ ഇതിലേക്ക് ആർദ്രമായി പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ കൂട്ടായ്മയിൽ ക്ലബിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായി മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ ആരോഗ്യ ഇത് ബ്ലോഗിംഗ് അല്ല, വീഡിയോ വരും. ഇത് സ്റ്റില്ലല്ല, വീഡിയോ അല കൊടുക്കുന്നില്ല. സുബ്രഹ്മണ്യൻ ആ സോറി സുബ്രഹ്മണ്യൻ അത് കുഴപ്പമില്ല, ഇതൊക്കെ വീഡിയോ തരും. ഞാനിവിടെ ചെന്നൈത്താണ്. ബ്ലോഗറോടൊപ്പം പെരുമാൾ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷം കൂടി ഏറ്റെടുക്കാം. നമ്മുടെ ഹൃദയമാകുന്ന CMSന്റെ ഇന്നലകളിലൂടെ നമുക്കൊരിക്കൽ കൂടി നടന്നു നീങ്ങാം. നമ്മെ നാമാക്കിയ CMS പരപ്പറ്റിയ പൂർവ്വ വിദ്യാർത്ഥികൾ സാർത്ഥകം 2025 അറിവിന്റെ 75 സംവത്സരങ്ങൾ എന്ന പേരിൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാം. കാരണം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒത്തുചേരലുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം എത്ര അവരെയൊക്കെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ 22 വർഷത്തിന് ശേഷം പോകുന്ന മോഡിനെ ഞാൻ കാണുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നമ്മൾ നടപ്പിലാക്കി ചരിത്രമാകാൻ വന്ന വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ ഉൾപ്പെടെയുള്ള പോയിട്ട് അദ്ദേഹം ആ മകനെ നീന്താൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ നീന്താൻ പഠിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം നമുക്ക് വിശപ്പില്ല.
നമുക്ക് ആ വിശക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല ആ പിതാവ്. ഭക്ഷണം കൊടുക്കാതെ കേവലം ഒരു ബിസ്ക്കറ്റ് മാത്രം കൊടുത്ത് ആ കുട്ടിയെ വൈകിട്ട് വരെ നീന്തൽ പഠിപ്പിക്കുക. അപ്പൊ ആ മകൻ എന്ത് ചെയ്യാണ്? പ്രയാസത്തിന്റെ അല്ലെങ്കിൽ വിശപ്പിന്റെ വേദന മനസ്സിലാക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധിയുടെ കാലത്ത് ജീവിച്ച നമുക്ക് ഈ കാലഘട്ടത്തിൽ യുവതലമുറ എല്ലാം കൊണ്ടും ആഘോഷിക്കുന്ന സമയത്ത് ഞാനും എന്ന ചിന്തയിലേക്കാണെന്ന തിരിച്ചറിവ് ഈ ഒത്തുചേരൽ ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തിയാണ്. അടുത്തതായി സാർത്ഥകം 2025 മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സീമസ് ഹയർ സെക്കൻഡറിയുടെ പ്രേംഖനായ പ്രിൻസിപ്പൽ ശ്രീ പോൾ സത്യൻ മാഷിനെ സ്നേഹാദരവുള്ളവരെ സാദരം ക്ഷണിക്കുന്നു. കണ്ണാണല്ലോ. സന്ദർഭം ഇവിടെ വരികയാണ്. ഇത് വലിയൊരു കാര്യമാണ്. സാധ്യത 25 സാധ്യമായത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികളോടും ഭാരവാഹികളോടും നല്ലവരായ എല്ലാ രീതിയിലും സഹായിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന മാഷുമാരൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരെയും എനിക്ക് അറിയാവുന്നതാണ്. പല സ്കൂളിലും നിങ്ങളെ കണ്ടില്ലല്ലോ. ചേച്ചിമാരെല്ലാരും ഉണ്ട്. പിന്നെ ഒരു സന്തോഷല്ലേ. അങ്ങനെ പിന്നെ ജീവിതത്തിൽ കിട്ടാത്തത് കഴിഞ്ഞ ആഴ്ച വന്നു പോയോ കാണണോ? കല്യാണ്ടായിരുന്നു. എത്ര നേരം ഒരു മണിക്കൂറായി എന്റെ കുട്ടികൾ ഇവിടെ വിദ്യാർത്ഥികളായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ ഈ CMS സ്കൂളിന്റെ 75ാം വാർഷികം ഇത്ര വിപുലമായി സംഘടിപ്പിക്കാൻ സാധിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്വാഗതം എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുനാഥൻ ആരാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു ഓൺവിളിയാണ് ശ്രീ പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാൾ
നമ്മുടെ സ്വന്തം ശോശാമ ടീച്ചർ പ്രാർത്ഥനകളോടെ സ്നേഹത്തോടെ സാർത്ഥകം ആദരിക്കുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. കാരണം അത്രയും സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ മക്കളെ ഒക്കെ കാണുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഈ സാർത്ഥകം പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. 20 കൊല്ലത്തിലധികം നമ്മുടെ സ്കൂളിൽ ജോലി ചെയ്യാനും സാധിച്ചു. അത്രയും കാലത്തെ മക്കളെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞ ഈ സ്നേഹത്തിന് നിങ്ങളോട് നന്ദി പറയുകയും സാർത്ഥകമെന്ന പരിപാടി കൂടുതൽ വിജയകരമായി തീരട്ടെ എന്ന് ഇന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അങ്ങനെ ഈ കൂട്ടായ്മ വളരെ ഒരു ഉള്ളിൽ ഭയങ്കരമായ ഫീലിംഗ് ഉണ്ടാകുന്ന കൂട്ടായ്മ. അതിൽ ജോലി ചെയ്ത ആ ഒരു ബന്ധവും എനിക്ക് ഈ സ്കൂളുമായിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായിട്ടാണ് ഇതിൻ്റെ റിലീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് കാണുന്ന നമ്മുടെ ഹൃദയബന്ധവും അഭ്യർത്ഥമായ ആ സ്നേഹവും കൂട്ടായ്മയൊക്കെ ഭാവി കണക്കിന് കുട്ടികളുടെ മുറ്റാണ്. ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. നമ്മളിൽ പല SSLC ബാച്ചിലെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ്. ജോണി മാസ്റ്റർ എഴുത്തുകാരനാണ്. ധാരാളം ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ മലയാളവും ഇംഗ്ലീഷും എടുക്കും. ടീച്ചർ സയൻസാണ് എടുക്കുന്നത്.
സ്വീകരിച്ച ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ നാട്ടുകാർ, അതേപോലെ പ്ലാന്റേഷൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും ഈ നിമിഷം സ്മരിക്കുന്നു. അതോടൊപ്പം ഇത്രയും പ്രൗഡ് ആൻഡ് പ്രസ്റ്റീജിയസ് മൊമെൻ്റായ സാർത്ഥകത്തിൽ എച്ചുമായിരിക്കാൻ സർവശക്തൻ അനുഗ്രഹിച്ചതിന് നന്ദിയോടെ ഓർക്കുന്നു. ഒരു 2025 ജാനുവരി 26-ാം തീയതി കൂടി ഒരു ചെറിയ മീറ്റിങ്ങിൽ നിന്നാണ് ഒരു 2 മാസത്തെ ചെറിയൊരു ഇടവേളയിൽ ഇത്രയും മനോഹരമായി കോർഡിനേറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ സാധിച്ചു. അവരുടെ ആ ആവേശവും സ്നേഹവും അവരുടെ ആ നല്ല മനസ്സും ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. സാർത്ഥകം ടീം മെമ്പേഴ്സ് അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ഒരു ഫോൺ നമ്പറോ അഡ്രസ്സോ കിട്ടുക. പക്ഷെ ഒരു 100 വയസ്സോളം പ്രായമുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകരെയൊക്കെ തേടി ഇന്നത്തെ കാലത്ത് പോലത്തെ ഫോൺ നമ്പറൊന്നും ഇല്ലാതെ ആ അധ്യാപകരെയൊക്കെ തേടി പിടിച്ച് കണ്ടെത്തി അവർ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ കാട്ടിയ അവരുടെ ആ മനസ്സ്, അത് ഇവിടെ നിന്ന് ഒരു ഫുൾ A+ മേടിച്ച് കിട്ടിയ പുറത്തേക്ക് പോകുന്ന നേരിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണിത്. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സാർത്ഥക ടീമിന് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ it should be aged in the history. Thank you. Jai Hind. 3 വർഷം CMSന്റെ പ്രധാന അധ്യാപകൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട നൈനാൻ മാഷ്, രാജമാഷ് എന്നാണ് പലപ്പോഴും നമ്മൾ സ്നേഹത്തോടെ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകനെ അഭിസംബോധന ചെയ്തിരുന്നത്. അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യരായിട്ടുള്ള എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, നിലവിലുള്ള വിദ്യാർത്ഥിനികൾ, ഇതൊരു ചരിത്രമാണ്. നൈനാൻ സാറ് നേരത്തെ പറഞ്ഞത്, നമുക്ക് രാജു സാറാണ് നൈനാൻ സാറ് നമ്മൾ വിളിപ്പേരോടുകൂടി അറിയപ്പെടുന്ന സാറ് പറഞ്ഞ കേരളത്തിലെ എവിടെയും ഇത്തരത്തിൽ നമുക്കൊരു പരിപാടി സംഘടിപ്പിച്ചതായിട്ട് അറിവില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാർത്ഥകം 2025 നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പലയിടങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടും. 1965 മുതൽ ഇന്ന് വരെയുള്ള കുട്ടികളെ, അധ്യാപകരെ ഒക്കെ കണ്ടെത്തുന്നതിന് വലിയ പ്രയത്നം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകർ ഞങ്ങളോട് ക്ഷമിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം പല ആളുകളെയും വേണ്ട രീതിയിൽ പരിഗണിക്കാൻ സാധിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. പലപ്പോഴും സംഘാടകരിൽ പലരും അധ്യാപകരെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പോലും ആ തരത്തിൽ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണം. എല്ലാവരും നമ്മൾ ഒന്നാണ്, നമുക്ക് ഒന്നിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നേരത്തെ നൈനാൻ സാർ പറഞ്ഞതുപോലെ ഈ സ്നേഹവും തൊഴിലാളികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സ്നേഹവുമാണ്. ആ സ്നേഹമാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അധ്യാപകരോട്, തൻ്റെ ഗുരുക്കളോടുള്ള സ്നേഹം, ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, ആ സ്നേഹം ഞങ്ങളിൽ ഉണ്ട് എന്ന്, അവരെന്നും ഞങ്ങളിൽ ആദരിക്കപ്പെടുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്നതിനും വരും തലമുറക്ക് വലിയൊരു സന്ദേശം നൽകുകയും കൂടി ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ചടങ്ങ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സഹകരിച്ച എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണം. ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും തുടർന്നുള്ള പരിപാടികളൊക്കെ തന്നെ പൂർണ്ണമായ സഹകരണം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം. മറ്റൊരു
സീരീസിന്റെ പ്രിയപ്പെട്ട ആളെടുക്കാൻ വേണ്ടിട്ടോ ആർക്ക് വന്നു അങ്ങനെ എന്താ ചെക്ക ഫസ്റ്റ് ട്രിപ്പിൽ ഫോട്ടോ എടുക്കാൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്യണ്ടേ കുമ്പ മാത്രം ഫീസിന്റെ എടുത്ത് വെച്ച് കളി ഒരുപക്ഷെ ഇങ്ങനൊരു വേദിയിൽ നിന്നുകൊണ്ട് ഇത്രയും സന്തോഷകരമായ ഒരു അവസരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സമയപരിധി കിട്ടും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം വളരെ ആഹ്ലാദകരമായ നമ്മുടെ മനസ്സിലൊരു പ്ലഷർ ഉണ്ടാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് സമയത്തിൻ്റെ ബേസിൽ ഒരു അരോചകത്വം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് സബ്ജക്റ്റിൽ കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ CMS ഹയർ സെക്കൻഡറി സ്കൂൾ, ഞാൻ 2004 ഈ സ്കൂളിലെത്തുന്നത്. അന്ന് 105 106 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പുറത്തിറങ്ങണമെങ്കിൽ ഡെസ്കിൽ കൂടി ചാടി ചാടി നമ്മളെല്ലാവരും ഒപ്പിയെടുക്കണം. ആരൊക്കെ ചോറിന് വന്നുള്ള കണക്ക് വേണം. ആര് കഴിച്ചതിനുള്ള കണക്ക് വേണം.
എല്ലാവരും സ്നേഹപൂർവ്വം നമ്മുടെ സന്ദേശം പ്രായത്തിനു പോലും തളർത്താൻ കഴിയില്ല CMS-നോടുള്ള സ്നേഹം, CMS-ലെ പൂർവ്വ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം നമ്മുടെ അധ്യാപികക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മയെ അങ്ങനെ വിളിക്കാനാണ് നമുക്കിഷ്ടം. പേര് വിളിക്കുന്നതിനേക്കാളേറെ നമ്മുടെ
നമ്മുടെ അമ്മയെ സാർത്ഥകം ആദരിക്കുകയാണ്. പ്രിയപ്പെട്ട സാർത്ഥകം കമ്മിറ്റിയുടെ പ്രിയങ്കരനായ കൺവീനർ അറുപുകേട്ടൻ നമ്മുടെ ടീച്ചറെ ആദരിക്കുകയാണ്. എല്ലാവരും നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് അതിലേറെ പ്രാർത്ഥനകളോടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാർത്ഥകത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുകയാണ് പ്രിയങ്കരിയായ നമ്മുടെ ശാന്ത ടീച്ചർ. ടീച്ചറുടെ പ്രിയപ്പെട്ട മക്കളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ മക്കളെ ഞാൻ വിളിക്കാറുള്ളത്. ഞാനിന്ന് വരുമെന്ന് ഞാൻ ഓർത്തതേ ഇല്ല. കിടക്കുകയായിരുന്നു 12 മണി വരെ. പിന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് എനിക്ക് എൻ്റെ കുട്ടികളെയൊക്കെ കാണണം, പിന്നെ പഴയ ടീച്ചർമാരെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ന്യൂമോണിയ വന്ന് കിടപ്പിലായിപ്പോയി. അതാണ് കാരണം. നിങ്ങളെല്ലാം കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ടീച്ചർ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും. ടീച്ചർ ഞങ്ങളുടെ എല്ലാ അധ്യാപകരുമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു ടീച്ചർ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുഴുവൻ ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നിരിക്കണം. അതോടൊപ്പം നമ്മുടെ MT ബാൻഡ് അവതരിപ്പിക്കുന്ന മനോഹരമായ സംഗീത വിരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വീടിന്റെ പല സ്കൂളിൽ 6 ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതിലൊരു 4ാമത്തെ ഹൈസ്കൂളായിരുന്നു. ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണ്. സാർത്ഥകം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ സാർത്ഥകം കമ്മിറ്റി ഏൽപ്പിക്കുകയാണ്. പ്രിയങ്കരനായ കൺവീനർ അറുമുഖൻ അവർകൾ അത് ഏറ്റുവാങ്ങുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. കാരണം സാർത്ഥകം ഇത്രമേൽ മനോഹരമാവാൻ കാരണം ഇങ്ങനെയുള്ള ബാച്ചുകളുടെ ആത്മാർത്ഥമായ ഇടപെടലുകളും ചേർത്തുപിടിക്കലുമാണ്. അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ. മാറിയത് 1986-87 ബാച്ചിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒരുപാട് ഇഷ്ടം. സാർത്ഥകത്തെ ചേർത്ത് പിടിച്ച മറ്റു ബാച്ചുകളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരായിരം അഭിനന്ദനങ്ങൾ. നമുക്കേറെ പ്രിയങ്കരിയായിട്ടുള്ള സൈനി സത്യാർത്ഥി എന്ന് പറയുന്ന നമ്മുടെ അധ്യാപകരെ ഈ അവസരത്തിൽ സാർത്ഥകം ആദരിക്കുകയാണ്. ഈ ബാച്ചിലെ പ്രിയപ്പെട്ടവർ വേദിയിൽ തന്നെ നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. 1976-87 ബാച്ചിലെ പ്രിയപ്പെട്ടവർ വേദിയിൽ തന്നെ നിൽക്കണമെന്ന് അറിയിക്കുക. പിന്നെ മെന്റർ ടീച്ചറും അതുപോലെ തന്നെ മോട്ടിവേറ്ററുമായിട്ടുള്ള ബെഞ്ചമിൻ ഈശോ എഴുതിയ ഒരു ബുക്കുണ്ട്. നേരത്തെ കുഞ്ഞുഞ്ഞുമ ടീച്ചർക്ക് വേദിയിൽ വെച്ച് തന്നെ നൽകുകയുണ്ടായി. മൈൻഡ് ട്യൂണിങ് ആർട്ട്
പ്രായോഗിക തലത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരുപാട് കോപ്പികൾ 3-ാം പതിപ്പായിട്ടാണ് ഇത് രണ്ടാമത് അച്ചടിച്ച് വന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ 2011-12 ബാച്ചിലെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ മിനി ടീച്ചറെ ആദരിക്കുകയാണ്. മലയാളത്തിൻ്റെ നല്ല വാക്കുകളും വാക്യങ്ങളും നമ്മളിലേക്ക് ആവാഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യം പറയുകയാണെങ്കിൽ CMSൽ മാത്രമേ ഇത്രയും ഒരു ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് നമ്മൾ പറയാറില്ലേ, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കുടുംബ വീട്ടിലേക്കൊക്കെ പോവില്ലേ ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഈ അരപ്പറ്റയുടെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായത്. വളരെയേറെ സന്തോഷം. അപ്പം അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ്. സമയ പ്രശ്നം മൂലം നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിനുമാഷ്, നമ്മുടെ വിനുമാഷിനെ സാർത്ഥകം ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. വിനുമാഷിനെ ആദരിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ മുൻ PTA പ്രസിഡന്റ്, നമ്മുടെ സ്വന്തം അപ്പുണ്ണിയേട്ടനാണ്. പ്രിയപ്പെട്ട അപ്പുണ്ണിയേട്ടനെയും ആദരവുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിനുമാഷിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ടീച്ചേഴ്സിനെയും കാണുവാനും എനിക്ക് സാധിച്ചു. ഒരു അധ്യാപകൻ വളരുന്നത് എപ്പോഴും വിദ്യാർത്ഥിക്കൊപ്പമാണ്. പല വിധ ഗുണങ്ങൾ പഠിക്കുന്ന കാലം ആർജിക്കുവാൻ കഴിയും. അതെല്ലാം ആർജിച്ചതിൻ്റെ തെളിവാണ് ഈ സാർത്ഥകം 2025 നിങ്ങൾക്ക് ഇത്ര ഭംഗിയായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞത്. ഇനിയും നമ്മുടെ CMS ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കുട്ടിക്കാലം മുതൽ, ഞാൻ ജനിച്ചത് മുതൽ ഈ സ്കൂളിൻ്റെ മടിത്തട്ടിലാണ് വളർന്നത്. ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും, പേര് ഞാൻ ആരെയും പറയുന്നില്ല, എല്ലാവരും ഈ അമ്മയെ പോലെ ഉമ്മയെ പോലെ കയ്യിലെടുത്ത് തോളത്തെടുത്ത് വീട്ടിലും അതേപോലെ തന്നെ സ്കൂളിലുമായി പോറ്റി വളർത്തിയ ഒരു കുട്ടിയാണ് ഞാൻ. കാരണം എൻ്റെ പ്രായമാണ് ഈ സ്കൂളിൽ ഉമ്മാക്ക് ഈ സ്കൂളിനോടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ സംസാരിക്കണില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബ വീടുകളിൽ അതേപോലെ തന്നെ കൂടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്കൂളിനെ കുറിച്ചാണ്, സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ചാണ്. ഞാനിന്ന് അധ്യാപകനാണ്. 19 വർഷമായി സർവീസിൽ കയറിയിട്ട് ഞാനൊരു അധ്യാപകനായി വളരാൻ ഈ തിരുമുറ്റത്തുള്ള പഠനത്തിൻ്റെ തുടക്കമാണ് എന്നാണ് അറിയിക്കാനുള്ളത്. ഒരുപാട് ടീച്ചേഴ്സ് പിന്നെ ട്രെയിനിങ്ങുകളിൽ അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ട്. ആ അവസരങ്ങളൊക്കെ അതിന് ഒരു മൂല കാരണം ഈ സ്കൂളാണ്. അതേപോലെ തന്നെ ആദ്യമായി 2ാം ക്ലാസ് എന്നാണ് സബ് ജില്ലാ കലാമേളയിൽ ഞാൻ ഈ സ്കൂളിൽ പ്രതിനിധിയായി പങ്കെടുത്തുകൊണ്ട് ലളിതഗാനം അറബിഗാനമൊക്കെ പങ്കെടുക്കുന്നത് ഇന്ന് ഒരുപാട് കുട്ടികളെ സംസ്ഥാന തലം വരെ എത്തിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഉമ്മാക്ക് വേണ്ടിയാണെങ്കിൽ പോലും സംസാരിക്കാൻ കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി നൽകുന്നു.
ഇങ്ങനെ നിവർന്നു നിന്ന് ധൈര്യത്തോടെ സംസാരിക്കാൻ കെൽപ്പുള്ള ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മക്കളെയാണ് ടീച്ചർ നിങ്ങളെപ്പോലെയുള്ള അധ്യാപകരും ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി പ്രിയപ്പെട്ട നമ്മുടെ ഷെറീന ടീച്ചറെയും എത്രയെത്ര മനോഹര നിമിഷങ്ങൾ കാണാം നമ്മുടെ സാർത്ഥകമാകുക എന്ന് പറയുന്നത് നേരത്തെ രണ്ടു ടീച്ചർ സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഈ പരിപാടി കണ്ടപ്പോൾ തന്നെ സാർത്ഥകമായി. സത്യത്തിൽ മഴ വന്ന് മഴ നമ്മൾ ചേർന്ന് നിന്ന് മഴ പോയതും ഒരു സാർത്ഥകമായ ഒരവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒന്നുമില്ല, ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയിലായിരുന്നു. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ സാർത്ഥകം എന്നുള്ള വാക്ക് ശ്രീജു മാഷ് നമുക്ക് പകർന്നു തരികയും ഒരുപാട് പേരുകളിൽ നിന്ന് സാർത്ഥകം എടുക്കുമ്പോൾ ആ പൊസസീവ്നെസ് നമ്മുടെ 60ഓളം ആകുന്ന കോർ കമ്മിറ്റി അത് ഏറ്റെടുത്ത് ഇന്നിവിടെ സാർത്ഥകമായിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തെ പരിപാടിയോടുകൂടി കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി ആദ്യമായിട്ടായിരിക്കുമെന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അരപ്പറ്റ CMS ഹൈസ്കൂളിൻ്റെ ചരിത്രം ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സപ്ലിമെന്റ് നിങ്ങൾ കയ്യിലൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്ന കാലം ഏകദേശം 10 വർഷത്തോളമാണ് ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ആകാൻ ഭാഗ്യം ലഭിച്ചത്. തീർച്ചയായിട്ടും എൻ്റെ ഉയർച്ചയിൽ എൻ്റെ ഓരോ വിജയ പടവുകളിലും ഈ PTA പ്രസിഡന്റ് കാലഘട്ടവും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു വളർന്ന കാലഘട്ടത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നും CMSനോടൊപ്പം CMSന്റെ ഉയർച്ചയിൽ ഇവിടെയുള്ള മക്കളുടെ ഉയർച്ചയിലൊക്കെ തന്നെ എന്നും പങ്കാളിയായിരിക്കും. എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകും. ഈ തന്ന സാർത്ഥകം ഞാൻ പ്രതീക്ഷിച്ചതല്ല. തീർച്ചയായിട്ടും ഈ സാർത്ഥകം പരിപാടിയിൽ എന്നെ അനുമോദിച്ചതിൽ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞാനിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഹയർ സെക്കൻഡറി ഇവിടെ വരുന്നത്. ആ ഹയർ സെക്കൻഡറി ടീച്ചർമാർ തന്നെ ആദരിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി കടപ്പാടറിയുന്നു.